ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മൾ പുതിയ ടൂർണമെൻറ്റാണ് കളിക്കാൻ പോകുന്നത്. ടൂർണമെൻറ്റ് വേണ്ടി ഞാൻ ടീമൊക്കെ സെലക്ട് ചെയ്തിരുന്നു. ബാഴ്സലോണ സെലക്ട് ചെയ്ത് കളി തുടങ്ങിയിട്ടില്ല. കളി ഫസ്റ്റ് മാച്ച് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച്. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ കാണിച്ചില്ല. ഫിക്സറൊക്കെ ഉണ്ട്. നമ്മൾ ഫസ്റ്റ് ബയൺ മ്യൂണിക്കിനായിട്ട് പിന്നെ മൊണാക്കോ, അറ്റ്ലാന്റ, ഇവർ മൂന്നാളെ നമ്മളെ ഇതിലുള്ള ഈ ഗ്രൂപ്പിലുള്ള ഇവരായിട്ട് മൂന്നാളായിട്ട് ഏറ്റുമുട്ടണം. ഇതാണ് ഗൈസ് ഗ്രൂപ്പ്. ഇതിൽ എങ്ങനെ നോക്കുകയാണെങ്കിൽ AC മിലാനും ഇവിടെ ആഴ്സണലും എ ഗ്രൂപ്പിൽ കയറൽ. ഇവിടെ അസ്റ്റമില്ലയും അത്ലറ്റിക്കോ മാഡ്രിഡും ആവും കയറൽ. ഇവിടെ C ഗ്രൂപ്പ് നോക്കുകയാണെങ്കിൽ ലിവർപൂൾ, റയൽ മാഡ്രിഡ്, നോ ഡൗട്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ലിവർപൂൾസ് എന്തായാലും കയറും. പിന്നെ ബാക്കിയുള്ളവർ നമുക്കറിയില്ല. PSV ഒക്കെ ചിലപ്പം കയറാൻ ചാൻസ് ഉണ്ട്. ഗ്രൂപ്പ് Eയിൽ നമ്മൾ കയറും. നമ്മളെ കൂടുതൽ ആരെങ്കിലുമൊക്കെ കയറും. ഗ്രൂപ്പ് Fൽ ആരെയൊന്ന് ഉറപ്പില്ല. ഇന്ത്യയിൽ എന്തായാലും കയറും. ബാക്കി പിന്നെ ബെൻഫിക്ക് കയറോ, സിറ്റി കയറോ, മറ്റേ നമ്മളെ ജുവൻറ്റസ് കയറുമെന്ന് അറിയില്ല. നമുക്ക് ജസ്റ്റ് നമുക്ക് നമ്മളെ കാര്യം നോക്കാം. നമുക്ക് നമ്മളെ കാര്യം കളിക്കാം. പിന്നെ നമ്മൾ സ്കോട്ട് പ്ലേയേഴ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റണം. എന്തൊക്കെ നമുക്ക് ഒരുപാട് ചെറിയ ചേഞ്ചസ് കാണും. സ്കോഡ് ചടക്കൂല. പൊസിഷനിലോട്ട് ശരി കുറേ ആവശ്യമില്ലാത്ത പ്ലേയേഴ്സ് ഉണ്ട്. നമുക്ക് ഇവരൊക്കെ ഒഴിവാക്കിയിട്ട് ആവശ്യമുള്ളവരെ സ്കൂളിലോട്ട് ഇടാം. ഓക്കെ ഗൈസ്, നോക്കാം. നമുക്ക് വേണ്ടവരെ നമുക്ക് സ്കൂളിലോട്ട് ഇടാം. വേണ്ടാത്തൊക്കെ കണ്ട് ഒഴിവാക്കാം. ആവശ്യമില്ല. മുസ്യാലിൻ്റെ ആവശ്യം വരുന്നില്ല. മുസ്യാലിൻ്റെ ആവശ്യമില്ല. പകരം വണ്ടേവേർട്ട് ഇവിടെ നോക്കുമ്പോൾ ലെവൻഡോസ്കി, ഇവരെല്ലാവരെയും ഒന്നും ആവശ്യമില്ല. ഒരു DMF ഉണ്ട്. ബാക്ക് CB ഉണ്ട്. അത്യാവശ്യം CB ഒക്കെ, DMF ഒക്കെ. CB ചേഞ്ച് വേണം. CBയിൽ റൂബൻ ഡയസ് കുഴപ്പമില്ല. C ഫോമാണ് എടുക്കട്ടെ. അലിസണെ ചേഞ്ച് ചെയ്യണം. വേറെ അലിസൺ ഉണ്ട് നമ്മളെ കയ്യിൽ. 100 റേറ്റിംഗ് കൊണ്ട് അലിസൺ ഉണ്ട്. ഓക്കെ. ആൻഡ് ലെവൻഡോസ്കി എടുക്കട്ടെ. ബാർസലോണയുടെ പ്ലെയർ എന്ന നിലയിൽ ലെവൻഡോസ്കി. ഹാളണ്ടിൻ്റെ സ്കോഡിൽ നമുക്ക് തൽക്കാലം ഒഴിവാക്കേണ്ടി വരും. ഹാളണ്ടിനെ ഒഴിവാക്കാം. പകരം നോക്കാം ആരെ ഉണ്ട്. നമ്മളെ സ്കൂൾ മിസ്സായ ആരുണ്ട്. ജസ്റ്റ് അവരെ കേട്ടാൽ നെയ്മറല്ല, ആരാണ് ഒരാൾ ഇതിൽ മിസ്സായിട്ടുണ്ട്. ജസ്റ്റ് കളിക്കാം. ഇങ്ങോട്ട് പിന്നെ ആക്കേണ്ടി വരില്ല. ഇവനാവും ഇവരൊക്കെ ആക്കാൻ പറ്റും. ഹാൾഡിന് ആവശ്യം വരുന്നില്ല. ഹാൾഡിനെ വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. പകരം പൊസിഷനിലോട്ട് ആരെ കൊണ്ടുവരാം. ശേഷം ബോൾ കൺട്രോൾ ചെയ്ത് ഫിനിഷ് ചെയ്യാൻ പറ്റുന്നൊക്കെ അറ്റാക്കേഴ്സിന് ഇറക്കാൻ പറ്റുള്ളൂ. ഒട്ടേക്കാട് സ്കൂളിലുണ്ടായിരുന്ന ആളാണ്, മിസ്സായതാണ്. ഓക്കെ ഗൈസ്, ഈ സ്കൂൾ വെച്ചാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. ഗൈസ് പോകാം. സ്വിച്ച് പോകും. കളിക്കാൻ പോവാം. മാച്ചിലോട്ട്. ഫസ്റ്റ് മാച്ച് FC ബയേണിനെതിരെയാണ്. FC ബയൺ മ്യൂണിക്ക് ബയേണിനെതിരെയാണ് ഫസ്റ്റ് മാച്ച്. സാനെ, ഓക്കെ. ഹാരി കെയ്ൻ, കെവിൻ ഡി ബ്രൂയ്ന. ഓക്കെ ഗൈസ്, ഇതാണ് സ്കോട്ട് വെച്ചാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. ജസ്റ്റ് ഇതൊക്കെ കൊടുക്കാം. പക്ഷെ എന്താ ഞാൻ മറ്റേ ഇതൊക്കെ ലെജൻഡിലൊക്കെയാണ് ഇട്ടിട്ടുണ്ട്, മോഡിട്ടുണ്ട്. ലെജൻഡാണ്, നല്ല കാര്യം. ഓക്കെ, ലെജൻഡ് മോഡ് കാണിച്ചു തരാം. ഇത് കാണിക്കില്ലേ? പെനാൽറ്റീസ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ നോർമലി നമ്മൾ ഗ്രൂപ്പ് സ്റ്റേജ് പോലെ തന്നെയാണ്. ടൂർണമെൻറ്റിൻ്റെ ഗ്രൂപ്പ് സ്റ്റേജ് പോലെ തന്നെയാണ്. സമനിലയായാലും 1 പോയിൻ്റ് ആവും. വിജയിച്ചാൽ 3 പോയിൻ്റ്. ആൻഡ് തോറ്റ പോയിൻ്റ് ഇല്ല. സെയിം ഇതാവും.
ഓക്കെ, ബാഴ്സലോണ. ഞാൻ ആദ്യം ടൂർണമെൻറ്റാണ് ബാഴ്സലോണൻ്റെ പ്ലേയേഴ്സിനെ വെച്ച് തന്നെ കളിക്കാൻ പറ്റുള്ളൂ അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ അതങ്ങനെയൊന്നുമല്ല. ഇത് ആരിട്ട് വേണമെങ്കിൽ കളിക്കുക. അതാണ് നമ്മളെ മെയിൻ സ്കോഡ് വെച്ച് കളിക്കാൻ പറ്റുന്നതാണ്. ശരിക്ക് റെസ്ട്രിക്ഷൻസ് വേണമായിരുന്നു. ഏത് ടീമിനിട്ട് കളിക്കുമ്പോൾ ആ ടീമിലെ പ്ലേയേഴ്സിനെ എടുക്കണം എന്നുള്ള, പ്ലേയേഴ്സ് മാത്രമേ കളിപ്പിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു റെസ്ട്രിക്ഷൻ ഉണ്ടെങ്കിൽ നന്നായിരുന്നു. പക്ഷെ ഇത് വലിയൊരിതില്ല. ഓക്കെ, ലിയോണൽ മെസ്സി, ഹാരി കെയ്ൻ, ലിയോണൽ മെസ്സി. സോ മിച്ചി, മൈക്കൽ ഓലീസ്, യാ, ഹാരി കെയ്ൻ. ഷിയോ നോക്കുമ്പോൾ 2 ടീമിൽ ഹാരി കെയ്ൻ ഉണ്ട് ഗൈസ്. പുറത്ത് ബയേൺ ആയതുകൊണ്ട് ഹാരി കെയ്ൻ ഉണ്ട്, പുറത്ത് നമ്മൾ ഹാരി കെയ്ൻ ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് ഹാഫിൽ കൊണ്ട് ഹാരി കെയ്നെ ചേഞ്ച് അടിക്കണം. സമൂലറ്റൊന്ന് ഇറക്കണം അങ്ങോട്ട് ഹാരി കെയ്നെ ചേഞ്ച് അടിച്ചിട്ട്. ഓക്കെ, അത് വിശേഷിക്കുകയാണ്. സോ റൂബൻ ഡയസ്, ബെല്ലറ്റി ആൻഡ് പാട്രിക് വിയാറ, ഡി ബ്രൂയ്ന, റോബർട്ടോ കാർലോസ്, ഡി ബ്രൂയ്ന, പാട്രിക് വിയാറ, മിസ്സാക്കി, യാ, ബെല്ലറ്റി, യാ, വാൻ ഡെ വാർട്ട്, ഹാരി കെയ്ൻ, മിസ്സാക്കി, മുസിയാല, വിയാറ, വാൻ ഡെ വാർട്ട്. അത് നമ്മളെ കോളാക്കിയതാണ്. ജോയിസ്റ്റിക്ക് ഇപ്പോൾ പഴയ പോലെ കൺട്രോൾ ചെയ്യാനൊന്നും പറ്റുന്നില്ല. ഫൗളാണ് ഗൈസ്, ഫൗൾ. എൻ്റെ പേര് ലെയ്മർ ആണോ? ലെയ്മർ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതുപോലെ നീണ്ടിട്ട് മെലിഞ്ഞിട്ടായിട്ട് അങ്ങനെയാണ്. കാർഡൊന്നും കിട്ടാത്തൊരു പേരൊന്നും അറിയില്ല, കാണിച്ചിട്ടില്ല. ഓക്കെ, ലിയോണൽ മെസ്സി. ബോൾ കളഞ്ഞു ഗൈസ്. സാനെ, ഡി ബ്രൂയ്ന, ഓക്കെ, കൊളാക്കി. നല്ല ചാൻസുകൾ നമ്മൾ മണ്ടന്മാരെ പോലെ കൊളാക്കുന്നു. ഗൈസ്, ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലായി. കാരണം വെച്ചാൽ കുറച്ച് ദിവസം മുമ്പ് എൻ്റെ ഫ്രണ്ട് ജോയിസ്റ്റിക്ക് മാറ്റി ഇതാക്കി. എന്താ വെച്ചാൽ ഞാൻ ഫിക്സഡ് ജോയിസ്റ്റിക്കാണ് യൂസ് ചെയ്തിരുന്നത്. ഇവർ കളിച്ചിട്ട് മറ്റേ ഇതാക്കി മൂവ് ആക്കിയിട്ടുണ്ട്. സ്റ്റവ് ചേഞ്ച് ചെയ്താൽ തന്നെ അത്യാവശ്യം നല്ല കളിക്കാൻ പറ്റും. ഇപ്പോൾ പഴയമാതിരി കളിക്കാനില്ല. ഞാൻ മറന്നുപോയി. ശരിക്കും ഫിക്സ്ഡ് ടൈപ്പ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മളെ പെർഫോമൻസ് നിങ്ങൾ കണ്ടു നിർത്തും. നിങ്ങൾ അത്ഭുതപ്പെടാൻ റെഡി ആയിക്കോളൂ ഗൈസ്. മെസ്സി ആൻഡ് ഞാൻ അത്രയും നേരമായി മനസ്സിലായി. ഞാൻ അപ്പോൾ ഒരുപാട് മാച്ചിൻ്റെ ശേഷം കളിച്ചു. പല മാച്ചും ഞാൻ തോറ്റു. ഒരു മാച്ച് തോറ്റു. സോറി ഗൈസ്, 2 മാച്ച് തോറ്റിട്ടുണ്ട്. നമ്മൾ ഫിക്സഡ് ജോയിസ്റ്റിക്കിലോട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. ആദ്യം മൂവായിരുന്നു ഉപയോഗിച്ചിരുന്നത്, പിന്നെ ഫിക്സഡ് ഞങ്ങൾ സ്കില്ലൊക്കെ എടുത്ത് പഠിക്കണമെന്ന് വിചാരിച്ച് ചെയ്യാണ്ട് ഇതാക്കിയതാണ്. പക്ഷെ സ്കില്ലൊന്നും ഇല്ല, ഇപ്പോൾ കളിയിലെടുക്കലൊന്നുമില്ല. സ്കില്ലൊക്കെ എടുക്കാൻ ഭയങ്കര ഈ സുഖം ഇതിലാണെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഇതിലേക്ക് മാറിയതാണ്. ഓക്കെ ഗായ്സ്, ഇവിടെ ലെയ്മർ, കിമ്മിച്ചി, അമാൽ മുസിയാല, സാനെ. ബോൾ വീണ്ടും മിസ്സാക്കിയിരിക്കുകയാണ്. നമുക്ക് ബോൾ കിട്ടുന്നില്ല ഗായ്സ്. ബോൾ നമുക്ക് തരുന്നില്ല. തന്നിട്ട് കാര്യമില്ല, നമുക്ക് മുന്നിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. ഓക്കെ, വീണ്ടും നമ്മൾ പുറത്തോട്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ആ ബോളൊന്ന് എടുത്തിരുന്നെങ്കിൽ നന്നായിരുന്നു.
ഓക്കെ എങ്ങോട്ട് ഓടും? ഇല്ല. നമ്മൾ ചിന്തിച്ചിരുന്ന പോലെയല്ല അവർ ചിന്തിക്കുന്നത്. കൊടുക്കാം ഉള്ളിലോട്ട്. മെസ്സിയിലോട്ട് ബോൾ കൊടുക്കുന്നു ആൻഡ് ട്രിബിൾ ചെയ്യുന്നു. മെസ്സിയുടെ ട്രിബിളിംഗ് ആണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മെസ്സി, ഇവിടെ ഗൈസ് ബെല്ലറ്റിയിലേക്ക് ബോൾ കൈമാറുമ്പോൾ സമയം 61 മിനിറ്റ്. ബോൾ വീണ്ടും മിസ്സാക്കിയിരിക്കുന്നു. ഇത് ജോയ്സ്റ്റിക്കിൻ്റെ വിഷയമല്ല, നമ്മളെ വിഷയമാണ്. നമ്മളെ കളി പൊട്ടക്കളി ആയതുകൊണ്ടാണ്. ഓക്കെ, ഫസ്റ്റ് ഗോൾ എന്ന് പറയാൻ നോക്കിയായിരുന്നു, പോയി. ഫസ്റ്റ് ഗോളല്ല, ഫസ്റ്റ് അറ്റംപ്റ്റ് ഗൈസ്. നമ്മൾ പ്ലെയറിനെ ചേഞ്ച് ചെയ്യാൻ മറന്നുപോയി. ഇറ്റോനെ ഇറക്കണം, ഹാരി കെയിനെ ചേഞ്ച് ചെയ്യണം. ബെല്ലറ്റി യാ മോനെ, പൊളി. അതാ പോയി. പാട്രിക് വിയാറ ഇവിടെ. മെസ്സി ഫസ്റ്റ് ഗോൾ. ടൂർണമെൻറ്റിലെ ആദ്യ ഗോൾ നേടി. എല്ലാവർക്കും മാതൃകയായി മെസ്സി. ജേഴ്സി നമ്പർ 10 ബാർസലോണ, ലയണൽ മെസ്സി. ആൻഡ് കണ്ടിന്യൂ. ചേഞ്ച് ഹാരി കെയിനെ ചേഞ്ച് ചെയ്ത് നമ്മൾ ചെറുക്കനെ ഇറക്കുന്നു. സാമുവൽ ഇറ്റോ. ഹാരി പുതിയ ലെവൻഡോസ്കിയാണ് ഇറക്കുന്നത്. സാമുവൽ ഇറ്റോ എടുക്കട്ടെ. പുതിയ ലെവൻഡോസ്കിയാണ് ഇറങ്ങുന്നത്. ഈ ബോൾ പുറത്ത് കളയണം. പാട്രിക് വിയാറ കൊളായി. സ്റ്റോയിച്ചിക്കോ ഓർഡറാ. എന്താണ് നീ ഗൈസ്? മെസ്സി നല്ല മൂവ്മെൻ്റാണ് മെസ്സി. ബോൾ എടുക്ക്, ഓട്. ഓനെ പിന്നാലെ ഓട്. ഓനെ പിടിച്ചു ഓനാ. സാനനെ പിടിച്ച് കിട്ടിയിരിക്കുകയാണ്. റൂബൻ ഡയാസ് ആൻഡ് ബെല്ലറ്റിയിലേക്ക് ബോൾ കൈമാറുന്നു. സോ റിവേഴ്സ് തിരിക്കുന്നു. അങ്ങോട്ട് തന്നെ. വീണ്ടും ഇങ്ങോട്ട്. പോയി. നമുക്ക് വിചാരിച്ചില്ല, പ്ലേയേഴ്സിനെ അങ്ങോട്ട് മാനേജ് ചെയ്യാൻ കഴിയുന്നില്ല. പ്രശ്നം നമ്മൾ ജോയ്സ്റ്റിക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല, അതാ പ്രശ്നം. പാട്രിക് വിയാറ വാൻഡെവേർട്ട് അടിക്കുന്നു ഉള്ളിലോട്ട്. ഗായ്സ്, ടൂർണമെൻറ്റിലെ രണ്ടാമത്തെ ഗോൾ അടിച്ചുകൊണ്ട് വാൻഡെവേർട്ട് സെക്കൻഡ് ഗോൾ. ടൂർണമെൻറ്റിലെ സെക്കൻഡ് ഗോൾ വാൻഡെവേർട്ട്. സോ നൈസ് ഗോൾ. അതിലുപരി ആ ഒരു പോവാൻ കാണിച്ച മനസ്സ്, മുന്നോട്ട് കയറി പോകാൻ കാണിച്ച ഇതാണ് ഈ ഗോളിലോട്ട് നയിച്ചത്. സോലെ പൊസിഷനിലോട്ട് തന്നെ കളിക്കുകയാണെങ്കിൽ ഇതുണ്ടാവില്ലായിരുന്നു. ഓക്കെ, നല്ല കളി. ഓക്കെ ഗായ്സ്, അപ്പം നമ്മൾ മികച്ച പെർഫോമൻസ് ഫസ്റ്റ് മാച്ചിൽ തന്നെ ഫസ്റ്റ് മാച്ചിൽ സെക്കൻഡ് ഹാഫിൽ അവരൊന്നും റേറ്റിംഗ് ഇല്ല. നമ്മൾ നല്ല റേറ്റിംഗ് ഒക്കെ ഉള്ള ടീം. ഓക്കെ, ടൈം 2:38 ആയിട്ടുണ്ട്. ഓക്കെ, ഒറ്റ മാച്ച് കൂടി കളിക്കുന്നുള്ളൂ. പിന്നെ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ആക്കാം. ഒബ്ജക്റ്റീവ് എന്തൊക്കെയായിരുന്നു, ഇതിൻ്റെ ആവശ്യമുണ്ടല്ലോ നമുക്ക്. ഇതായിരുന്നു എമോജി വിക്ടറി. AI മാച്ചസ് എത്ര എണ്ണം? 2 വിന്നായിലുള്ളൂ. 2 വിന്നെന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ജയിച്ചു. ഓക്കെ, അങ്ങനെ ഇടൂ. ആർക്കറിയാം എന്താണെന്നോ നമ്മളറിയില്ല. പിന്നെ നോക്കാം. ഫിക്സ്ചർ എടുത്ത് നോക്കുമ്പോൾ നമ്മൾ ഒരു വിന്ന് നോക്കാം. പക്ഷേ ഗ്രൂപ്പിൽ പോയിൻ്റൊന്നും കാണിക്കുന്നില്ല. നമ്മളെ പണ്ട് ഫിഫയിലുണ്ടാവുന്നതിനെ പോലെ ആ പോയിൻ്റൊക്കെ സൈഡിൽ കാണിക്കുന്നത് നന്നായിരുന്നു. ഇപ്പോൾ നമ്മൾ ക്ലബ്ബ് താഴത്തായിട്ട് കാണിക്കുന്നു.
അത് പഴയ പോലെ തന്നെ, മാറ്റമൊന്നുമില്ല, അതുപോലെ തന്നെ കാണിക്കുന്നത്. ഇപ്പോൾ ചിലപ്പോൾ ഇത് കഴിഞ്ഞതിൻ്റെ ശേഷമാവും, മൊത്തം മാച്ചും കഴിഞ്ഞതിൻ്റെ ശേഷവും പോയിൻ്റ് കാണിക്കുന്നത്. പക്ഷെ അതിനേക്കാളും നല്ലത് ഇങ്ങനെ ഓരോ മാച്ച് തീരുമ്പോഴും പോയിൻ്റ് കാണിക്കുകയാണെങ്കിൽ അപ്പോൾ വളരെ നല്ല കാര്യമാവും. ഇതിപ്പോൾ എല്ലാവർക്കും ഇറങ്ങണം ഗൈസ്, എല്ലാവർക്കും ഇറങ്ങണം. ആരിറക്കണം എന്നറിയില്ല, പുതിയ പ്രശ്നം അതാണ്. ഓക്കെ, ഒരു ചേഞ്ച്. ഇപ്പം കമ്പോറിന് പകരം സലിബയെ പൊസിഷനിലോട്ട് ഇറക്കിയിരിക്കുന്നു. പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കണം ഗൈസ്, പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കണം. ഇനി ഫസ്റ്റ് ഹാഫ് ഇറ്റോ, സെക്കൻഡ് ഹാഫ് ഹരി. ഓക്കെ, നോക്കാം. ഡിഫെൻസീവ് ആൻഡ് കൗണ്ടർ ടാർഗറ്റ്. ഗൈസ് ജസ്റ്റ് ക്യാപ്റ്റൻ നോക്കാം. പക്ഷേ ഈ മാച്ച് റൂൾ നിങ്ങൾ ശ്രദ്ധിക്കാറില്ല. ഈ മാച്ച് റൂൾ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. എന്നുവെച്ചാൽ നമ്മളെ ടീമിലെ ഏതെങ്കിലും ഒരുത്തിനെ കൊണ്ടുപോയി ക്യാപ്റ്റനാക്കാൻ പറ്റില്ല. ക്യാപ്റ്റൻ ഈ പരിപാടി കൊണ്ടുവന്ന് തന്നെ ഇതിന് വേണ്ടി തന്നെയാണ് കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഒരു റീസൺ ഉണ്ടാവും. അത്യാവശ്യം നല്ലൊരു പ്ലെയറിനെ തന്നെ ക്യാപ്റ്റനാക്കാൻ ശ്രമിക്കുക, ആരെയും കൊണ്ട് ക്യാപ്റ്റനാക്കാതെ. ഓക്കെ, സെക്കൻഡ് മാച്ച്, ടൂർണമെൻറ്റിലെ രണ്ടാമത്തെ മാച്ച് ഡേ 2 മൊണാക്കോയുമായിട്ടാണ് ഏറ്റുമുട്ടുന്നത്. ബ്ലാക്ക് ജീസിയിലാണ്. ഓക്കെ, ഈസി ആയിരിക്കും. വളരെ ഈസി ആയിട്ട് നമുക്ക് ചിലപ്പോൾ ജയിക്കാൻ പറ്റിയ മാച്ച്. വളരെ ഈസി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഈസി ആയിട്ട്. ഓക്കെ, ഫസ്റ്റ് അറ്റംപ്റ്റ് നടത്താൻ പോകുന്നു. ജസ്റ്റ് മിസ്. ബാറിനെറ്റ് തട്ടി ഇങ്ങോട്ട് പോന്നിരിക്കുകയാണ്, ബാറിൽ നിന്ന് ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. കോർണറാണോ? ശ്രദ്ധിച്ചില്ല. കോർണർ തന്നെയാണ്. ഗൈസ്, നമ്മൾ കോർണർ അതിവിദഗ്ധമായി ഫിനിഷ് ചെയ്യാൻ പോകുന്നു. കോർണറിൽ ബൈസൈക്കിൾ കിക്ക് അടിക്കുന്നു. കോർണർ കൊളായി. ബിൽഡപ്പ് ഇല്ലാതെ അടിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ബെലിറ്റി, ഡിഫൻസിൽ ആളില്ല. ബെലിറ്റി പോ, പിന്നെ ഓടിക്കോട്ടെ ബാക്കി. റോബർട്ടോ കാർലോസ്. ഗായ്സ്, നമ്മളുടെ കീപ്പർ ഉരുടാ. കീപ്പർ വന്ന് വരവേണ്ട ഗായ്സ്. ചതി കളിക്കുന്ന കീപ്പർമാരാണ് നമ്മളെ കയ്യിലുള്ളത്. ആരാണ് അദ്ദേഹം? എഡർസൺ. വേറെ ആരുമല്ല, എഡർസൺ. ബ്രസീലിൻ്റെ പുത്രൻ എഡർസണാണ് നമ്മളെ കീപ്പർ. ആൻഡ് വേറെ സെക്കൻഡ് കീപ്പർ ഉണ്ട്, വേറെ ഒരുത്തൻ അലിസൺ. രണ്ടും ബ്രസീലിൻ്റെ 2 മികച്ച കീപ്പർമാരാണ് നമ്മളെ ടീമിലുള്ളത്. നമുക്ക് അഭിമാനിക്കാം. ബോൾ വീണ്ടും കയ്യിലോട്ട്. വാൻ ഡെ വേർട്ട്. ഈ മാച്ചിൽ ബോൾ മുഴുവൻ നമ്മളെ കയ്യിലാണ്. നമ്മൾ ഈ ഓപ്പണൻറ്റിൻ്റെ ടീമിൽ ബോൾ കിട്ടുന്നില്ല. മൊണാക്കോ ബോളിന് വേണ്ടി കഷ്ടപ്പെടുന്നു. ഗൈസ്, എവിടെ പോയി ബോൾ പോയി. നമ്മൾ കുറച്ച് കഷ്ടപ്പെടും. ഓക്കെ ഗൈസ്, അതാ പോകുന്നു, ബോൾ പോകുന്നു. പിടിക്കടാനായി പിടിക്കുക. പോയി, ബോൾ പോയി. നമുക്ക് നമ്മളെ കോർട്ടിൽ വെച്ച് കിട്ടും. കോർട്ടിൽ നിന്ന് ഇടിക്കോളൂ. ഓക്കെ, സലിബ. പാട്രിക് വിയറയാണ്. ആൻഡ് ലിയോണൽ മെസ്സി മിസ്സാക്കിയിരിക്കുന്നു. ഒരു പാസ് കൊടുക്കാൻ പോലും അറിയാത്ത മെസ്സിയാണ് നമ്മളിപ്പോൾ ഈ മാച്ചിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബോൾ എടുത്തില്ല. ഇത്രയും ചെറിയ ടീമിനെ കിട്ടിയിട്ടും ഇതുവരെ ഗോൾ നേടാതെ കാണികളെ പോലെ നോക്കി നിൽക്കുന്ന അവസ്ഥയാണ് നമ്മളുടെ ടീമിൻ്റെത്. ഓക്കെ, എതിർ ടീം വളരെ മികച്ച രീതിയിൽ അറ്റംപ്റ്റുകൾ നടത്താൻ തുടങ്ങിയെങ്കിലും ബാർസലോണ ഇതുവരെ അറ്റംപ്റ്റുകൾ നടത്തിയില്ല.
എന്നതാണ് സത്യം. ഓക്കെ, ബോൾ കൊടുക്കാം, പാസ് കൊടുക്കാം. ആൻഡ് സ്റ്റോയിച്ച്കോ, ഇറ്റോ, സാമുവൽ ഇറ്റോ, അതാ മിസ്സാക്കി. ബെല്ലെട്ടി ഓഫ് സൈഡാണ്, ഓഫ് സൈഡ്. ഇവനെ തൊടാൻ നിൽക്കണം ഗൈസ്. ഇവനക്കൊക്കെ പിരാന്താണ് ഗൈസ്. എനിക്ക് വേറെ ആർക്കും വന്ന് തൊട്ടൂടെ, എന്തിനാണ് ഇവൻ പോയി തൊടാൻ നിൽക്കുന്നത്? യാ അങ്ങനെ കളി പകുതി പിന്നിടുമ്പോൾ ഇരു ടീമുകളും ഗോളുകളില്ലാതെ സമസമം. 60% പൊസിഷനോട് കൂടി മൊണാക്കോ. ബോൾ കയ്യിൽ കിട്ടാതെ ബാർസലോണ. ഗൈസ് കളി തീരുമ്പോൾ വെറും 14 പാസുകളാണ് ബാർസലോണ ഇതുവരെ കളിയിലിട്ടത്. ഇത്രയും മോശം പെർഫോമൻസാണ് ബാർസലോണയിൽ നിന്ന് നമ്മൾ കണ്ടത്. ഗൈസ് കളി തീരുമ്പോൾ നോക്കാം ആര് ജയിക്കും, ആര് ജയിക്കും. കഴിഞ്ഞ മാച്ച് പോലെ ബാർസലോണ അവസാനം വെച്ച് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചാൽ അത് മൊണാക്കോ നേരിടുന്നൊരു വലിയ വെല്ലുവിളിയാകും. ഓക്കെ, ബാർസലോണയുടെ മികച്ച മുന്നേറ്റമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് പിന്നോട്ട് പോയിരിക്കുന്നു. ഗൈസ് ബാർസലോണയുടെ പിന്നേറ്റമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ബോൾ എടുക്കൂ. യാ അതാ പോയി, വീണ്ടും പോയിരിക്കുകയാണ് ബോൾ എടുത്തു. ഗൈസ് ബെക്കംബോവർ, അല്ല സോറി, ഡേവിഡ് ബെക്കാം. പേര് മാറിപ്പോണു ഗൈസ്. ബെക്കംബോവർ മാച്ചിലില്ല. ഗായ്സ് അതാ വരുന്നു. അതാ പിടിക്കുന്നില്ല ഗായ്സ്. ഇവന്മാർ നല്ല കളിയാണ് ഗായ്സ്. അത് സലിബ ബെക്കംബോവറിൻ്റെ പകരം നമ്മൾ സ്ക്വാഡിൽ ടീമിൽ ഇറക്കിയ സലിബ. സിംഗോ ആൻഡ് അയ്യോ അതാ വരുന്നേ ഗായ്സ്. ജസ്റ്റ് മിസ്, നമ്മൾ ഒരു ഗോളിൽ നിന്ന് കേച്ചിലായിരിക്കുകയാണ്. ആൻഡ് ബോൾ നമ്മളുടെ കയ്യിൽ. കളി 62 മിനിറ്റുകൾ പിന്നിടുമ്പോൾ ഗോളുകളില്ലാതെ ഇരു ടീമുകളും. കണ്ണികൾ പരിഭ്രാന്തരാകുന്നു. ഇരു ടീമുകളും ഗോളുകളില്ലാതെ ഇരിക്കുന്നു. ഗൈസ് ഇവിടെ മിനാമോ എന്തോ ഒരു പേര്, അല്ലോ. അങ്ങനെ കാത്തിരിപ്പിന് വിരാമം കുറിച്ചുകൊണ്ട് മൊണാക്കോ അവരുടെ ഫസ്റ്റ് ഗോൾ നേടുന്നു. ബാർസലോണക്കെതിരെ മികച്ചൊരു ഹെഡർ ഗോൾ. കാണുക കൂട്ടുകാരെ, സുഹൃത്തുക്കളെ കാണുക. മികച്ചൊരു ഹെഡർ ഗോൾ വഴി ബാർസലോണയുടെ നെഞ്ചം കൂട്ട് തകർത്തിരിക്കുകയാണ്. ബട്ട് പരാജയം ഏറ്റുവാങ്ങാൻ മനസ്സിലാത്ത ബാർസലോണ വീണ്ടും മികച്ച രീതിയിൽ കളി തുടരുന്നു. വിജയവും തോൽവിയും കളിയിലുള്ളതാണെന്ന് ബാർസലോണ പ്ലേയേഴ്സിനറിയാം. അങ്ങനെ അടിച്ച ഗോളിന് തിരിച്ചടിയായി വാൻ ഡെ വേർട്ട് ഫ്രം ബാർസലോണ സെക്കൻഡ് ഗോൾ അടിച്ചിരിക്കുകയാണ്. അടിച്ച് മിന്നിരിക്കുകയാണ്. പോസ്റ്റിലെ വല കീറി മുറിച്ചിരിക്കുകയാണ്. സോ ഗോൾ നമുക്ക് കാണാം. ഗൈസ് മികച്ച മുന്നേറ്റം ഔട്ട്സൈഡ് ദ ബോക്സ്. ഒരു മികച്ച ഗോളാണ് നിങ്ങൾ കണ്ടത്. വാൻ ഡെ വേർട്ട്, ജേഴ്സി നമ്പർ 19. വാട്ട് എ ഷോട്ട്. ഗൈസ് മാച്ച് തുടരുന്നു. ഇരു ടീമുകളും 1-1 സമനില. 73 മിനിറ്റുകൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. ബോൾ ഇപ്പോഴും മൊണാക്കോയുടെ ആധിപത്യത്തിലാണ്. ബാർസലോണയ്ക്ക് ബോൾ ലഭിക്കുന്നില്ല എന്നതാണ് ബാർസലോണയുടെ ഏറ്റവും വലിയ പ്രശ്നം. ഓക്കെ, സാമുവൽ ഇറ്റോ. ബാർസലോണ ഒരു കംബാക്കാണ് നടത്തിയിരിക്കുന്നത്. സാമുവൽ ഇറ്റോയുടെ ഒരു കംബാക്ക്. മികച്ചൊരു ഗോളാണ് നമ്മളവിടെ കണ്ടത്. ഒരു വിഷനോട് കൂടിയ ഒരു ഗോളാണ്. സെലിബ്രേഷൻ
ഗായ്സ് ഒരു 2 പേരെ കാണികളാക്കിയാണ്. കീപ്പർ ഉൾപ്പെടെ കീപ്പറും ഒരു ഡിഫൻഡറെയും വെറും കാണിയാക്കിക്കൊണ്ട് ഒരു ഗോൾ അടിച്ച് കയറ്റിയിരിക്കുകയാണ്. അതും ഒരു ഗോളടിക്കാൻ പറ്റാത്തൊരു ആംഗിളിൽ മികച്ച രീതിയിൽ ഫിനിഷ് ചെയ്തു. മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച് ഇറ്റോ. ആൻഡ് ഗൈസ് അടിച്ചതിനെ തിരിച്ചടിക്കാൻ വേണ്ടി ഉള്ള മുന്നേറ്റമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബട്ട് അത് സലിബയുടെ ബിൽഡപ്പ് സലിബയുടെ മുന്നിൽ ഉപയോഗശൂന്യമായി മാറിയിരിക്കുന്നു. വാൻ ഡെ വെർട്ട് വീണ്ടും മുന്നേറുന്നു. ബട്ട് അത് ഡിഫൻസ് ബ്ലോക്ക് ചെയ്യുന്നു. പാട്രിക് വിയാറയിലൂടെ ബോൾ മെസ്സിയിലോട്ട് നൽകുന്നു. മെസ്സിയിൽ നിന്ന് ഇറ്റോയിലേക്ക് കൊടുക്കുന്നു. ബട്ട് അത് ബ്ലോക്ക് ചെയ്യുന്നു. പാട്രിക് വിയാറയുടെ ഒരു മികച്ച കളിയാണ് നമ്മളവിടെ കണ്ടത്. സാമുവൽ ഇറ്റോ, ലിയോണൽ മെസ്സി, ഇറ്റോ ഷോട്ട് ഗായ്സ് ജസ്റ്റ് മിസ്. ഇറ്റോയുടെ ഷോട്ട് പുറത്തോട്ട് പോയിരിക്കുകയാണ്. അല്ലറി കരഞ്ഞുകൊണ്ട് ഇറ്റോ മികച്ചൊരു ഷോട്ട് മിസ് ചെയ്തതിൻ്റെ വിഷമത്തിലാണ് ഇറ്റോ. മികച്ചൊരു ചാൻസ് ഇറ്റോ മിസ് ചെയ്തിരിക്കുന്നു. മാച്ച് ഇനി വെറും 2 മിനിറ്റ് കൂടി ബാക്കിയുള്ളൂ. സോ ഇനി 1 മിനിറ്റും സെക്കൻഡുകൾ കഴിഞ്ഞു ഗൈസ്. സമയം കഴിഞ്ഞു. ലാസ്റ്റ് ഔട്ടാണ് ഗൈസ്. കളി ലാസ്റ്റ് ഔട്ട്. ഗൈസ് അങ്ങനെ ബാഴ്സലോണ അവരുടെ 2ാമത്തെ മാച്ചും വിജയിച്ചിരിക്കുകയാണ്. സന്തോഷകരമെന്ന് പറയാം. ബാഴ്സലോണ തോറ്റുകൊണ്ടിരുന്ന ബാഴ്സലോണ പെട്ടെന്നാണ് 2 ഗോൾ അടിച്ച് വിജയത്തിലോട്ടെത്തിയത്. ഇതിൽ നമ്മൾ മെയിനായിട്ട് പറയേണ്ട പേരാണ് വാൻ ഡെ വെർട്ട്. മികച്ച രീതിയിൽ കളിച്ച് ടീമിനെ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്തൊരു പ്ലെയറാണ് വാൻ ഡെ വെർട്ട്. ആൻഡ് പാട്രിക് വിയാറയുടെ പെർഫോമൻസ് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. നിങ്ങളെല്ലാവരും കണ്ടതാണ്. ബെക്കംബോറിൻ്റെ ടൂയിലേക്കുള്ള പാസ് വളരെ മികച്ചൊരു പാസ്സാണ്. ആൻഡ് പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് ഗൈസ്. മെസ്സി നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചു. ഇത് മെസ്സിക്ക് വലിയൊരു ഇമ്പാക്റ്റൊന്നും കളിയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. സ്റ്റാറ്റ്സ് നോക്കുകയാണെങ്കിൽ കളി പൂർണ്ണമായും കൺട്രോൾ ചെയ്തത് മൊണാക്കോ ആണെന്ന് നമുക്ക് പറയാൻ കഴിയും. ബട്ട് ബാഴ്സലോണയാണ് വിജയിച്ചത്. പലപ്പോഴും അങ്ങനെയാണ്, നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളാവില്ല നടക്കുക. ഓക്കെ, സാമുവൽ ഇറ്റോ മാൻ ഓഫ് ദ മാച്ച് നേടിയിരിക്കുകയാണ്. മികച്ചൊരു മാച്ചായിരുന്നു. സോ ഇനി ബാഴ്സലോണയ്ക്ക് ഒരേ ഒരു മാച്ച് കൂടിയുണ്ട് ഗ്രൂപ്പ് സ്റ്റേജിൽ. ആദ്യത്തെ 2 മാച്ച് വിജയിച്ചു. 3ാമത്തെ മാച്ച് ഇച്ചിരി ടൈറ്റാണ്. ആദ്യത്തെ മാച്ചും അത്യാവശ്യം ടൈറ്റായിരുന്നു. 3ാമത്തെ മാച്ച് ഇപ്പോഴത്തെ ഇത് അനുസരിച്ച് അത്യാവശ്യം ബുദ്ധിമുട്ടേറിയ മാച്ചായിരിക്കും. അറ്റ്ലാന്റയാണ് ഇപ്പോൾ ബാഴ്സലോണയ്ക്ക് എതിരാളിയായിട്ടുള്ളത്. സോ ബാഴ്സലോണ അടുത്ത മാച്ചിനായി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ അടുത്തൊരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ.